ഗയ്സ്, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ISLലെ ലാസ്റ്റ് സീസണിലെ കപ്പ് വിന്നേഴ്സ് ആയിട്ടുള്ള മുംബൈ സിറ്റി FC-യുടെ വിദേശ നിരയെ പറ്റിയാണ്. അവരുടെ കപ്പ് വിൻ ചെയ്യിച്ചിട്ടുള്ള പരിശീലകനുള്ള പീറ്റർ ക്രാക്കി തന്നെയാണ് പരിശീലകനായിട്ടുള്ളത്. എന്താണെങ്കിലും ലാസ്റ്റ് സീസണിൽ നിന്ന് 3 താരങ്ങളെ റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അത് 3 ഒരു ഡിഫൻസീവ് പ്ലെയേഴ്സ് ആണെന്ന് പറയാം, ഡിഫൻസീവ് മിഡ്ഫീൽഡർ അടക്കം. അതുപോലെ തന്നെ 3 പുതിയ താരങ്ങളെ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. എനിവേ, നമുക്ക് ഇവരുടെ ഒരു സ്ക്വാഡ്, വിദേശ സ്ക്വാഡ് 6 താരങ്ങളിലേക്ക് അടക്കുമ്പോൾ തായ് ക്രോമ എന്ന് പറഞ്ഞിട്ടുള്ള സിറിയൻ താരം, സെൻട്രൽ ബാക്ക് ആയിട്ടുള്ള താരമാണ്. അദ്ദേഹത്തെ നിലനിർത്തിയിട്ടുണ്ട്. ഇപ്പം ലാസ്റ്റ് സീസണിൽ നമുക്കറിയാലോ, അദ്ദേഹം ജനുവരിയിലാണ് എത്തുന്നത്. സിറിയയ്ക്ക് വേണ്ടി AFC ഏഷ്യൻ കപ്പിലൊക്കെ കളിച്ചിരുന്ന അവരുടെ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള താരം കൂടിയാണ്. 10 മാച്ചേ കളിച്ചിട്ടുള്ളൂ. അതുപോലെ ഒരുപാട് ഗെയിം ടൈമും കിട്ടിയിരുന്നില്ല എന്നുള്ളതാണ്. ഒരു സെക്കൻഡ് ഫേസിലൊക്കെ വന്നുകൊണ്ട് തന്നെ എന്നുള്ളതാണ്. ഇപ്പോഴും അദ്ദേഹം ഇൻ്റർനാഷണൽ പ്ലെയറാണ്. ഇപ്പോൾ ഇൻ്റർ കോണ്ടിനെൻ്റൽ കപ്പ് സിറിയയും കളിക്കുന്നുണ്ടല്ലോ ഹൈദരാബാദിൽ വെച്ച്. അപ്പം അടുത്ത ദിവസങ്ങളിൽ തുടങ്ങാൻ പോകുന്നു. അപ്പം ആ ഒരു ടീമിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന പ്ലെയറാണ്. ഈ സീസണിലേക്ക് വരുമ്പോഴത്തേക്കും കൂടുതൽ ഗെയിം ടൈം കിട്ടുമെന്ന് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. എന്നാൽ ഒരു ഫസ്റ്റ് ചോയ്സ് സെൻറ്റർ ബാക്ക് എന്ന നിലയിൽ വരാനുള്ള എല്ലാ സാധ്യതയും കാണുന്നത് മറ്റാർക്കുമല്ല, ടിരി എന്ന് പറയുന്ന സ്പാനിഷ് സെൻട്രൽ ബാക്കിനാണ്. നമുക്കറിയാം, വളരെ സുപരിചിതമാണ് ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർക്ക്. കാരണം 2015 മുതൽ ഇന്ത്യയിൽ കളിക്കുന്ന ഒരു പ്ലെയറാണ്. ATKയിൽ നിന്ന് തുടങ്ങി ഡിഫറെൻറ്റ് ക്ലബ്സിൽ കളിച്ച് ഇപ്പോൾ മുംബൈ സിറ്റി FC-യിൽ വന്ന് നിൽക്കുന്നു എന്നുള്ളതാണ്. ഇടയ്ക്ക് അദ്ദേഹം ഒന്ന് ഡൗൺ ആയൊക്കെ പോയിരുന്നു. പക്ഷേ ലാസ്റ്റ് സീസണിൽ അദ്ദേഹം വളരെ ശക്തമായിട്ട് തന്നെ തിരിച്ചു വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. ISLൽ 120 മുകളിൽ മത്സരങ്ങൾ കളിച്ച്, ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ചിട്ടുള്ള വൺ ഓഫ് ദി ഫോറിനേഴ്സ് എന്ന നിലയിലൊക്കെ പറയാൻ പറ്റുന്ന വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു സെൻട്രൽ ബാക്ക് തന്നെയാണ് ഇദ്ദേഹം എന്നുള്ളതാണ്. സോ മറ്റൊരു പ്ലെയർ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിട്ടുള്ള യോയൽ വാനീഫ് ആണ്. നിലനിർത്തിയ താരമാണ്, ഡച്ച് താരമാണ്. ഒരു ഡീപ്പ് ലൈൻ പ്ലേ മേക്കർ എന്ന നിലയിൽ അദ്ദേഹം ലാസ്റ്റ് സീസണിൽ നല്ല പെർഫോമൻസ് തന്നെയാണ് നടത്തിയത്. നല്ലൊരു സെറ്റ് പീസ് സ്റ്റേക്കർ കൂടിയാണ് യോയൽ വാനീഫ്. പിന്നെ അദ്ദേഹത്തെ പറ്റി എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഡച്ച് ലീഗിലൊക്കെ 100-ന് മുകളിൽ മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസും ഉണ്ട്. അതുപോലെ ജെറമി മൻസോറോ എന്ന് പറയുന്ന താരത്തെ ജംഷഡ്പൂർ FC-യിൽ നിന്ന് ISL എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു താരമാണ് എത്തിച്ചിട്ടുണ്ട്. ബേസിക്കലി അദ്ദേഹം ഒരു സെൻട്രൽ മിഡ്ഫീൽഡറാണ്. ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ടും കളിക്കാൻ കഴിവുള്ള ഒരു താരമാണ്. ഒരു ക്രിയേറ്റീവ് പ്ലെയറാണ്. എന്നാൽ ഒരു ഫ്രീ കിക്ക് സിറ്റുവേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് സീസണിൽ കണ്ടതാണ്. ഏതൊരു ഗോൾ കീപ്പറും ഏതൊരു ഡിഫൻഡേഴ്സും പേടിക്കും. കാരണം അത്രയ്ക്ക് ആക്യുറേറ്റ് ആയിട്ട് ഫ്രീ കിക്ക് ഗോൾസ് നേടാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു താരമാണ്. ലാസ്റ്റ് സീസണിൽ 6 ഗോളും 2 അസിസ്റ്റുമാണ് അദ്ദേഹം. അതിൽ കുറച്ചധികം ഫ്രീ കിക്ക് ഗോൾസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതാണെങ്കിലും ജംഷഡ്പൂർ അത്ര ഒരു സെറ്റിലായിട്ടുള്ള ടീം അല്ലായിരുന്നു ലാസ്റ്റ് സീസൺ നോക്കിക്കഴിഞ്ഞാൽ. അപ്പം മുംബൈയിലേക്ക് വരുമ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എങ്ങനെ വരും എന്നുള്ളത് നമുക്ക് നോക്കാം. മിഡ്ഫീൽഡിൽ മറ്റൊരു താരം ജോൺ ടോറലാണ്. അദ്ദേഹം ഒരു അറ്റാക്ക് മിഡ്ഫീൽഡറാണ്, സ്പാനിഷ് പ്ലെയറാണ്. എന്താണെങ്കിലും ഇദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ ലാസ്റ്റ് അദ്ദേഹം കളിച്ചത് ഗ്രീസ് ക്ലബ്ബായിട്ടുള്ള OFI ക്രീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ക്ലബ്ബിലാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം കേരള ബ്ലാസ്റ്റേഴ്സ് ജീസൂസ് ജിമിനസ് എന്ന് പറഞ്ഞിട്ടുള്ള താരത്തെ സൈൻ ചെയ്തിരുന്നു. ആ സ്പാനിഷ് താരവും വരുന്നത് ഈ സെയിം ക്ലബ്ബിൽ നിന്നാണ്. അതായത് ഇവർ ടീംമേറ്റ്സ് ആണ് എന്നുള്ളതാണ്. പക്ഷേ പൊസിഷൻ ഡിഫറൻ്റ് ആണ്. ഇദ്ദേഹം ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് ആയിട്ടുള്ള പ്ലെയറാണ്. പിന്നെ ഇദ്ദേഹം ഒരു നല്ല പ്രൊഫൈലുള്ള പ്ലെയറാണ്. കാരണം ബാഴ്സയുടെ അക്കാഡമി, ആഴ്സണലിൻ്റെ അക്കാഡമി, അതുപോലെ ഡിഫറെൻറ്റ് ക്ലബ്സിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. ഇതുപോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അതിൽ ചാമ്പ്യൻഷിപ്പിൽ കളിച്ചിട്ടുണ്ട്, ഇംഗ്ലീഷ് ചാമ്പ്യൻഷിപ്പിൽ, അതുപോലെ സ്കോട്ടിഷ് പ്രീമിയർഷിപ്പിൽ കളിച്ചിട്ടുണ്ട്, ലാ ലീഗയിൽ കളിച്ചിട്ടുണ്ട്. അങ്ങനെ വലിയ വലിയ എക്സ്പീരിയൻസസ് പറയാൻ പറ്റുന്ന ഒരു താരം തന്നെയാണ് ജോൺ ടോറൽ. അവരുടെ സ്ട്രൈക്കറായിട്ട് വരുന്നത് നിക്കോളാസ് കാർലിസ് എന്ന് പറയുന്ന ഒരു ഗ്രീസ് പ്ലെയറാണ്. അനദർ പ്ലെയർ ഫ്രം ഗ്രീസ് എന്ന് നമുക്ക് പറയാം. ഇദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ പറഞ്ഞ പോലെ ഗ്രീസ് ഇൻ്റർനാഷണലിലൂടെയാണ് 10-20 മത്സരങ്ങൾ അവർക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്, സ്കോർ ചെയ്തിട്ടുണ്ട്. ഗ്രീസിന് വേണ്ടി അന്താരാഷ്ട്ര മത്സരങ്ങളിൽ 361 മത്സരങ്ങൾ, 103 ഗോൾസ്. പ്രൊഫൈൽ നോക്കുമ്പം തീർത്തും നമുക്ക് പറഞ്ഞ പോലെ ഒരു ഹൈ പ്രൊഫൈൽ എന്നൊക്കെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന താരമാണ്. എനിക്ക് തോന്നുന്നു മറ്റൊരു ദിമി ആകാനുള്ള എല്ലാ കേപ്പബിലിറ്റിയും കാണുന്ന ഒരു പ്ലെയർ തന്നെയാണ് ഈ നിക്കോളാസ് കാർലിസ് എന്ന് പറയുന്നത്. എന്താണെങ്കിലും ഇവരുടെ ഒരു വിദേശ നിരയെ പറ്റി പറയുമ്പോഴത്തേക്കും എനിക്ക് പറയാനുള്ളത് 6 ടോപ്പ് ക്വാളിറ്റി ഫോറിനേഴ്സിനെ തന്നെ അവർ എത്തിച്ചു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് ഓരോ പൊസിഷൻ വൈസ് നോക്കുന്ന സമയത്ത് ഡിഫൻസ് ഗുഡ് എന്ന് തന്നെ പറയാം. മിഡ്ഫീൽഡാണ് എക്സലൻ്റ് എന്നല്ലാണ്ട് വേറെ ഒന്നും പറയാനില്ല. കാരണം അത്രയും നല്ല പ്ലേയേഴ്സാണുള്ളത്. ഇനി അറ്റാക്ക് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഒരു എബോ ആവറേജ് കൊടുക്കാം. കാരണം ആകെ ഒറ്റ പ്ലെയറേ ഉള്ളൂ. ബാക്കി പറഞ്ഞ ഫോറിനേഴ്സ് ഒന്നും അങ്ങനെ ആ ഒരു സെൻട്രൽ ഫോർവേഡ് കളിക്കാൻ പറ്റിയ പ്ലേയേഴ്സ് അല്ല. പിന്നെ അവർക്ക് ഇന്ത്യൻ പ്ലേയേഴ്സ് ഉണ്ട് അവിടെ കളിപ്പിക്കാൻ പറ്റി. അതുകൊണ്ടായിരിക്കും ഒറ്റ പ്ലെയറിൽ ഇത് ചെയ്തത്. കാരണം കഴിഞ്ഞ വർഷം നമ്മൾ ഈ ഒരു കോച്ചിൻ്റെ അടുത്ത് കണ്ടിട്ടുള്ളതാണ്. അദ്ദേഹം അങ്ങനെ ഒരു ഇന്ത്യൻ സെൻട്രൽ ഫോർവേഡ്സിനൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാനൊരു കാണിക്കുന്നൊരു കോച്ചാണ് എന്നുള്ളത് തന്നെ. എന്താണെങ്കിലും ഇതിൽ നിന്ന് ഒരു 4 പ്ലേയേഴ്സിനെ പിക്ക് ചെയ്യാൻ പറഞ്ഞാൽ വളരെ ടഫാണ്. ഞാൻ പറഞ്ഞല്ലോ, 6 പേരും ടോപ്പ് ക്വാളിറ്റി തന്നെയാണ്. എങ്കിലും പറയുകയാണെങ്കിൽ ഡിഫൻസിൽ ടിരി ആൻഡ് ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ എന്ന നിലയിൽ യോയൽ വാനീഫ് ആൻഡ് ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ എന്ന നിലയിൽ ജോൺ ടോറൽ ആൻഡ് ഒരു സെൻട്രൽ ഫോർവേഡ് എന്ന നിലയിൽ നിക്കോളാസ് കാർലിസ്. ഇങ്ങനെയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. എന്താണ് നിങ്ങൾ മുംബൈ സിറ്റി FC-യിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്? ഈ ഒരു വിദേശ നിര നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണ്? ഉറപ്പായിട്ടൊന്ന് കമ്പോസ് ചെയ്യാൻ പറ്റുമോ? കാണിക്കാൻ